ഹായ് ഫ്രണ്ട്സ്, ഇന്ത്യയിലെ ലീഡിംഗ് ഓട്ടോമൊബൈൽ കമ്പനിയായ ടാറ്റ മോട്ടോഴ്സുമായി ബന്ധപ്പെട്ട ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന ഒരു ബ്രേക്കിംഗ് ന്യൂസുമായി ബന്ധപ്പെട്ടാണ് ഈ വീഡിയോയിൽ നിങ്ങളുമായിട്ട് സംസാരിക്കുന്നത്. R4iലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ മാർക്കറ്റിൽ ടാറ്റ മോട്ടോഴ്സ് വളരെ നോർമലായിട്ടുള്ളൊരു ക്ലോസിംഗ് ആണ് നടന്നത്. സ്റ്റോക്കിൽ വലിയ വളറ്റിലിറ്റി ഒന്നും ഉണ്ടായിരുന്നില്ല. വളരെ ഫ്ലാറ്റ് ആയിട്ടുള്ളൊരു ക്ലോസിംഗ് ആണ് ഉണ്ടായിരുന്നത്. എന്നാൽ മാർക്കറ്റ് അവറിന് ശേഷം കമ്പനിയുടെ ഭാഗത്ത് നിന്ന് ഒരു ന്യൂസ് പുറത്തു വരികയാണ് ഉണ്ടായത്. അപ്പോൾ ഈ ന്യൂസ് അഥവാ മാർക്കറ്റ് അവറിലായിരുന്നു വന്നതെങ്കിൽ ഈ സ്റ്റോക്കിൽ വമ്പിച്ചൊരു മുന്നേറ്റം നമുക്ക് പ്രതീക്ഷിക്കാമായിരുന്നു. അപ്പോൾ ആ വോളറ്റിലിറ്റി ഒഴിവാക്കാൻ വേണ്ടി ആയിരിക്കാം കമ്പനി ബോധപൂർവം ആ ഒരു സ്റ്റോക്കിനുമായി ബന്ധപ്പെട്ട ന്യൂസ് മാർക്കറ്റ് അവറിന് ശേഷം പുറത്തുവിട്ടത്. അപ്പോൾ ഈ ന്യൂസിൻ്റെ നിജസ്ഥിതി അറിയാൻ നമുക്ക് BSEയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോയി നോക്കിയാൽ കൃത്യമായിട്ട് മനസ്സിലാവും ഇത് ഒഫീഷ്യലായി. ഇതിനു മുമ്പ് തന്നെ ഈ ന്യൂസ് പ്രചരിക്കുന്നുണ്ടായിരുന്നു, പക്ഷേ അതൊന്നും ഒഫീഷ്യലായിട്ട് വന്നിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ അത് ഒഫീഷ്യലായിട്ട് നമുക്ക് BSEയുടെ സൈറ്റിൽ കാണാൻ കഴിയും. അവിടെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ടാറ്റ മോട്ടോഴ്സ് ലിമിറ്റഡ് 2 സെപ്പറേറ്റ് ലിസ്റ്റഡ് കമ്പനിയായി മാറാൻ പോകുന്നു എന്നതാണ് ആ ഒരു വലിയ ന്യൂസ്. അപ്പോൾ ഇവിടെ പല സംശയങ്ങളും നമ്മുടെ മനസ്സിൽ വരും. അത് ക്ലിയർ ആകണമെങ്കിൽ നമ്മൾ ടാറ്റ മോട്ടോഴ്സിൻ്റെ വിവിധ തരം ഓട്ടോമൊബൈൽ ബിസിനസ് ഏതെല്ലാമാണെന്ന് നമ്മളൊന്ന് അറിഞ്ഞിരിക്കണം. ഇപ്പോൾ ടാറ്റ മോട്ടോഴ്സ് ലിമിറ്റഡിൻ്റെ റവന്യൂ അതിൻ്റെ 79% റവന്യൂ വരുന്നത് ജാഗ്വാർ ലാൻഡ് റോവർ എന്ന് പറയുന്ന പ്രീമിയം ആയിട്ടുള്ള ഒരു പാസഞ്ചർ കാർ, ആ കാറിൻ്റെ സെയിൽസിൽ നിന്നാണ് ഇവരുടെ ഏറ്റവും അധികം വരുമാനം ഉണ്ടാക്കുന്നത്. അത് പൊതുവെ വിദേശ രാജ്യങ്ങളിലാണ് കൂടുതലായിട്ട് ഇവർ ആ സെയിൽസ് നടക്കുന്നത്. ചൈനയിൽ പോലും ആ കാർ വിൽപ്പന നടക്കുന്നുണ്ട്. രണ്ടാമത്തെ ഇവരുടെ പ്രധാനപ്പെട്ട റവന്യൂ ക്രിയേറ്റ് ചെയ്യുന്നത് കമേഴ്ഷ്യൽ വെഹിക്കിളിൽ നിന്നാണ്. നമുക്കറിയാം ടാറ്റയുടെ ബസ്, ട്രക്ക് പോലെയുള്ള അത്തരം വെഹിക്കിളുകളിൽ നിന്നാണ് ഇവരുടെ 14% റവന്യൂ ഉണ്ടാകുന്നത്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട സെഗ്മെൻറ്റാണ് പാസഞ്ചർ കാർ വെഹിക്കിൾസ്. അതിൽ പ്രധാനമായിട്ടും EV വെഹിക്കിൾ, ഇലക്ട്രിക് വെഹിക്കിളും അതുപോലെ നോൺ EV വെഹിക്കിളുമായിട്ടുള്ള ടാറ്റയുടെ പാസഞ്ചർ കാറുകൾ, മീഡിയം സെഗ്മെൻറ്റിലുള്ള ഇത്തരം കാറുകളുടെ സെയിൽസിൽ നിന്ന് ഇവർ കിട്ടുന്ന 4% റവന്യൂ ആണ്. പിന്നീടുള്ളത് 2% റവന്യൂ വെഹിക്കിൾ ഫിനാൻസ്. നമുക്കറിയാം ടാറ്റ അവർ EMI ലോൺ ഒക്കെ കൊടുത്തുകൊണ്ട് അവരുടെ കാർ വിൽപ്പന നടത്താറുണ്ട്. അതുമായി ബന്ധപ്പെട്ട വെഹിക്കിൾ ഫിനാൻസിൽ നിന്ന് 2%, അതുപോലെ തന്നെ ഇൻഷുറൻസ് പോലെയുള്ള മറ്റ് അനുബന്ധ സർവീസിൽ നിന്ന് 1%മാണ് ഇവരുടെ റവന്യൂ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ ഈ കമ്പനി ഡീമേജ് ചെയ്യാൻ പോകുമ്പോൾ ഇതിൽ ഏതൊക്കെ ബിസിനസ്സുകളായിരിക്കും വേറെ തന്നെ സെപ്പറേറ്റ് ചെയ്യാൻ പോകുന്നത് എന്നാണ് പ്രധാനപ്പെട്ട ചോദ്യം. അപ്പോൾ അതിനവർ കൃത്യമായിട്ടുള്ള ഉത്തരം വന്നിട്ടുണ്ട്. ആ കമ്പനിയുടെ അനൗൺസ്മെൻറ്റ് പ്രകാരം കമേഴ്ഷ്യൽ വെഹിക്കിൾസ് വേറെ തന്നെ ഒരു കമ്പനിയാക്കാനാണ് പോകുന്നത്. അപ്പോൾ കമേഴ്ഷ്യൽ വെഹിക്കിൾ എന്ന് പറഞ്ഞ ഈ ബസ്, ട്രക്ക് പോലെയുള്ള ഇത്തരം ബിസിനസ്സുകളെ വേറെ തന്നെ ഒരു കമ്പനിയാക്കി മാറ്റുകയും ടാറ്റ മോട്ടോഴ്സിൻ്റെ ഈ പാസഞ്ചർ വെഹിക്കിൾസ്, പ്രത്യേകിച്ച് ജാഗ്വാർ, അതുപോലെ EV വെഹിക്കിള്, പാസഞ്ചർ കാറുകൾ, ഇതൊക്കെ ഒരു കമ്പനിയായിട്ട് വേറെ തന്നെ ഒരു കമ്പനിയായിട്ട് മാറ്റുകയുമാണ് ചെയ്യുക. അപ്പോൾ അങ്ങനെയാകുമ്പോൾ ഈ ടാറ്റ മോട്ടോഴ്സിൻ്റെ പേര് ഏത് കമ്പനിക്കായിരിക്കും എന്നുള്ള കാര്യത്തിലൊന്നും ഇപ്പോൾ അതിൻ്റെ വ്യക്തമായ ഒരു രൂപം വന്നിട്ടില്ല. അപ്പോൾ ഒരു കമ്പനിയുടെ ഡീമേർജർ എന്നത് സ്റ്റോക്ക് മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം വളരെ സങ്കീർണമായൊരു പ്രോസസ്സാണ്. അത് ഒരു ദിവസം കൊണ്ട് 2 ദിവസം നടക്കുന്ന ഒരു പ്രോസസ്സല്ല. അതുകൊണ്ട് തന്നെ ഈ ഡീമേർജർ പൂർത്തിയാകാൻ മിനിമം 12 മുതൽ 15 മാസം വരെ എടുത്തേക്കും എന്നാണ് കമ്പനി കണക്കൂട്ടുന്നത്. ഒന്നാമതായി ഈ പ്രപ്പോസൽ ഇതിൻ്റെ അംഗീകാരങ്ങളൊക്കെ നേടിയെടുക്കേണ്ടത് NCLT എന്ന് പറയുന്ന അഥവാ നാഷണൽ കമ്പനി ലോ ട്രിബ്യൂണൽ എന്ന് പറയുന്ന അവരുടെ കൃത്യമായ ആക്റ്റുകളുടെ നിർവചനങ്ങൾക്കുള്ളിൽ നിന്നുകൊണ്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് ഇതൊക്കെ. അപ്പോൾ കമ്പനി ബോർഡ് മീറ്റിംഗ് ചേർന്നുകൊണ്ട് ഇതിന് അപ്രൂവൽ നൽകണം. അതിനുശേഷം കമ്പനിയുടെ ഷെയർ ഹോൾഡേഴ്സ് ആയിട്ടുള്ള റീറ്റെയിലേഴ്സ് ആയാലും അതുപോലെ ബിഗ് ഇൻവെസ്റ്റേഴ്സ് ആയാലും ഇവരുടെയൊക്കെ അപ്രൂവൽ വാങ്ങിക്കണം. അതുകൂടാതെ കമ്പനിക്ക് ക്രെഡിറ്റ് നൽകിക്കൊണ്ടിരിക്കുന്നവർ അല്ലെങ്കിൽ കമ്പനിയുടെ ലെൻഡേഴ്സ്, അവരുടെ അംഗീകാരം നേടേണ്ടതുണ്ട്. അതേപോലെ സെബി പോലെയുള്ള നിയന്ത്രണം, നമുക്കറിയാം സ്റ്റോക്ക് മാർക്കറ്റിൽ ഒരു കമ്പനിയെ നിയന്ത്രിക്കാൻ ധാരാളം റെഗുലേറ്ററി അതോറിറ്റികളുണ്ട്, അവരുടെയൊക്കെ അംഗീകാരം നേടേണ്ടതുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒരു വലിയൊരു പ്രോസസ്സാണ്. അപ്പോൾ ഇതൊക്കെ സാധ്യമായതിന് ശേഷമാണ് ഡീമേർജർ പൂർണ്ണമാകുക. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് 12 മുതൽ 15 വരെയുള്ള മാസങ്ങൾ നീളുന്ന ഒരു പ്രക്രിയയായിരിക്കും ഇത് എന്ന് പറയുന്നത്. അപ്പോൾ കമ്പനി ഇങ്ങനെ ഒരു നീക്കം നടത്തുന്നതിൻ്റെ ഉദ്ദേശം നാം നോക്കുകയാണെങ്കിൽ
അതിൽ നിന്ന് മനസ്സിലാകുന്നത് ഈ കമ്പനി ഉദ്ദേശിക്കുന്നത് ചിലപ്പോൾ ഇതിൻ്റെ ഒരു വാല്യൂ അൺലോക്കിംഗ് ആയിരിക്കും. അപ്പോൾ എന്താണ് ഈ വാല്യൂ അൺലോക്കിംഗ് എന്ന് പറഞ്ഞാൽ, നമുക്കറിയാം കുറച്ച് വർഷം മുമ്പ് വരെ ലോസിൽ പോയിക്കൊണ്ടിരുന്ന ഒരു കമ്പനിയായിരുന്നു ടാറ്റ മോട്ടോഴ്സ്. എന്നാൽ കഴിഞ്ഞ വർഷം ഇതൊരു തകർപ്പൻ പ്രോഫിറ്റിലേക്ക് തിരിച്ചു വന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. കമ്പനിയുടെ ക്വാർട്ടർലി റിസൾട്ടുകളൊക്കെ നല്ല രീതിയിലുള്ള റിസൾട്ടുകളാണ് വരുന്നത്. പ്രത്യേകിച്ച് ഈ റിസൾട്ടുകൾ ഇത്ര പോസിറ്റീവായിട്ട് വരാനുള്ള പ്രധാനപ്പെട്ട കാരണം ഇവരുടെ ജാഗ്വാർ ലാൻഡ് റോവർ ബിസിനസ്സും അതുപോലെ ഇലക്ട്രിക് വെഹിക്കിൾ ബിസിനസ്സും ഒക്കെ നല്ല രീതിയിൽ വളരുകയാണ്. അപ്പോൾ അതുണ്ടാക്കിയ ഒരു കോൺട്രിബ്യൂഷനാണ് ഈ ഒരു തകർപ്പൻ ക്വാർട്ടർലി റിസൾട്ടുകളിലേക്ക് വരെ നയിച്ചത്. അപ്പോൾ കമേഴ്ഷ്യൽ സെഗ്മെൻറ്റിൻ്റെ ബിസിനസ് ഗ്രോത്ത് ഈ പറയുന്ന EV വെഹിക്കിളും അല്ലെങ്കിൽ പാസഞ്ചർ വെഹിക്കിളുമായി അപേക്ഷിച്ച് നോക്കുമ്പോൾ കമേഴ്ഷ്യൽ വെഹിക്കിളിൻ്റെ ആ ഒരു ഗ്രോത്ത് അത്ര ആകർഷകമല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ കമേഴ്ഷ്യൽ വെഹിക്കിൾസിനെ സെപ്പറേറ്റ് ചെയ്യുന്നതോടുകൂടി ഗ്രോയിങ് സെക്ടറായിട്ടുള്ള ഇലക്ട്രിക് വെഹിക്കിൾ, പാസഞ്ചർ വെഹിക്കിൾ ആ ഒരു സെഗ്മെൻറ്റിൽ അങ്ങനെ ഒരു പ്രത്യേക സ്റ്റോക്ക് ലിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നല്ല പ്രീമിയം വാല്യുവേഷൻ ഇൻവെസ്റ്റേഴ്സ് അതിന് നൽകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇങ്ങനെയൊരു വാല്യൂ അൺലോക്കിംഗ് അതിൽ നടന്നാൽ തീർച്ചയായും അത് ഇൻവെസ്റ്റേഴ്സിന് വലിയ ബെനിഫിറ്റ് ആയിരിക്കും. ഇത് നമ്മൾ ITCയിൽ നമ്മൾ ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ്. കാരണം ITC കമ്പനിയിൽ അവരുടെ മെയിൻ ബിസിനസ് സിഗരറ്റ് ബിസിനസ്സാണ്. അപ്പോൾ സിഗരറ്റ് ബിസിനസ് ഇഷ്ടമില്ലാത്ത ധാരാളം ഇൻവെസ്റ്റേഴ്സ് ഉണ്ടാവാം. അപ്പോൾ ആ സിഗരറ്റ് ബിസിനസ് അതിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്തിരുന്നെങ്കിൽ ചിലപ്പോൾ ഈ ITCയുടെ ഷെയർ പ്രൈസിൻ്റെ ലെവൽ തന്നെ മാറുമായിരുന്നു. പക്ഷെ അങ്ങനെ കമ്പനി ചെയ്യുന്നില്ല. അത് കമ്പനിയുടേതായ ഒരു നയമായിരിക്കാം. അപ്പോൾ ഇപ്പോഴത്തെ ഇങ്ങനെയുള്ള ഒരു വാല്യൂ അൺലോക്കിംഗ് ആണ് ഇപ്പോൾ ഇതിൽ നടക്കാൻ പോകുന്നത് എന്നാണ് ഞാനിവിടെ അതിനാണ് ITCൻ്റെ എക്സാമ്പിൾ ഞാൻ സൂചിപ്പിച്ചത്. അപ്പോൾ ഇപ്പോഴത്തെ ടാറ്റ മോട്ടോഴ്സിൻ്റെ വാല്യുവേഷൻ വളരെ അട്രാക്റ്റീവാണ്. നമുക്കറിയാം സ്റ്റോക്കിൻ്റെ PE 17.9 എന്നാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇപ്പോൾ മറ്റ് ഓട്ടോ സ്റ്റോക്കുകൾ നോക്കുകയാണെങ്കിൽ PE വളരെ ഹൈ ആണ്. ഇപ്പോൾ മാരുതി സുസുക്കി ആയാലും ഐഷർ മോട്ടോഴ്സ് ആയാലും മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര ആയാലും അതൊക്കെ ഇതിനെ അപേക്ഷിച്ച് വളരെ ഹൈ ആണ്. അതുപോലെ ഇൻഡസ്ട്രി PEയുടെ ആവറേജ് ഇൻഡസ്ട്രി PE എന്ന് നമ്മൾ കാണുന്നത് 29.8 ആണ്. അപ്പോൾ അതിൽ നിന്നും എത്രയോ താഴ്ന്ന രീതിയിലാണ് നമുക്ക് ടാറ്റ മോട്ടോഴ്സിൻ്റെ PE കാണാൻ കഴിയുക. കൂടാതെ ടാറ്റ മോട്ടോഴ്സിൻ്റെ 5 വർഷത്തെ മീഡിയൻ PE അത് 25.6 ആണ്. അപ്പോൾ അതിലും താഴെയാണ് ഇപ്പോൾ സ്റ്റോക്കുള്ളത്. അപ്പോൾ തീർച്ചയായും വളരെ നല്ലൊരു വാല്യുവേഷനാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ഡിമേർജർ ഇതിൽ നടക്കുകയാണെങ്കിൽ ഈ സ്റ്റോക്കിന് ഉയർന്ന വാല്യുവേഷൻ നൽകാൻ മാർക്കറ്റ് തയ്യാറാകും എന്നാണ് നമുക്കിതിൽ നിന്ന് മനസ്സിലാകുന്നത്. അപ്പോൾ ഡിമേർജർ നടക്കുമ്പോൾ നിലവിലുള്ള ഇൻവെസ്റ്റേഴ്സിന് ഷെയറുകൾ ഉണ്ടാകുമോ എന്നാണ് അടുത്ത ചോദ്യം. തീർച്ചയായും ഒരു ഫ്രീ ഷെയർ എന്തായാലും ഇൻവെസ്റ്റേഴ്സിന് ലഭിക്കുമെന്നാണ് ഈ നമ്മൾ റിലയൻസിൻ്റെ ഇതേപോലുള്ള ഡിമേർജർ ജിയോ ഫിനാൻസുമായിട്ട് നടന്നപ്പോൾ ഫ്രീ ഷെയർ കിട്ടിയിരുന്നു. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ഇതിലും അങ്ങനെ ലഭിക്കാനാണ് സാധ്യത. അതിൻ്റെ റേഷ്യോ എങ്ങനെയായിരിക്കും എന്നത് ഇതുവരെ ഈ ഇന്നത്തെ അനൗൺസ്മെൻറ്റിൽ കമ്പനി ഡിസ്ക്ലോസ് ചെയ്തിട്ടില്ല. അപ്പോൾ അത് 1:1 എന്ന അനുപാതത്തിലാണെങ്കിൽ ഒരു ടാറ്റ മോട്ടോഴ്സ് ഷെയർ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ഇൻവെസ്റ്റേഴ്സിന് ഒരു പുതിയ കമ്പനിയുടെ ഷെയർ ലഭിക്കാനാണ് സാധ്യത. 1:1 ആണ് റേഷ്യോ എങ്കിൽ. എന്നാൽ ആ റേഷ്യോ 1:2 1:3 അങ്ങനെയൊക്കെ ആണെങ്കിൽ അതിനകത്ത് അത് മാറിയേക്കാം. അപ്പോൾ ഈ റേഷ്യോ ഡിമേർജർ അപ്രൂവൽ പ്രോസസ്സ് നടക്കുന്ന മുറയ്ക്ക് അടുത്ത് തന്നെ കമ്പനി പ്രഖ്യാപിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ കമ്പനിയുടെ ഈ ഒരു മൊത്തത്തിലുള്ള ഇപ്പോഴത്തെ കമ്പനിയുടെ ആ ഒരു സെയിൽസ് ഗ്രോത്തിൻ്റെ ഭാഗമായിട്ടും അല്ലെങ്കിൽ അതിൻ്റെ പ്രോഫിറ്റ് ഗ്രോത്തിൻ്റെ ഒക്കെ നല്ല റിസൾട്ടുകൾ കാരണം പൊതുവെ അനലിസ്റ്റുകൾ വളരെയധികം ബുള്ളിഷാണ് ടാറ്റ മോട്ടോഴ്സിൽ. അത് നമുക്കിവിടെ എക്സ്പേർട്ടുകളുടെ മൊത്തത്തിലുള്ള റേറ്റിംഗ് എന്ന് വെച്ച് നോക്കുകയാണെങ്കിൽ 78% ആളുകൾ ഈ സ്റ്റോക്ക് ബൈ ചെയ്യാനാണ് റെക്കമെൻഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് തന്നെ ഈ സ്റ്റോക്ക് അത്രമാത്രം ബുള്ളിഷ് ആയിട്ടുള്ള ഒരു ലെവലിലാണ് ഇപ്പോൾ നിൽക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഇതിൻ്റെ ഒരു കാരണം അത് ഉണ്ടാക്കിയിട്ടുള്ള സെയിൽസ് ഗ്രോത്തും പ്രോഫിറ്റ് ഗ്രോത്തുമാണ്. അപ്പോൾ കഴിഞ്ഞ ക്വാർട്ടർലി റിസൾട്ടുകൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെയൊക്കെ റവന്യൂ, അതായത് December 2022 89,619 ഉണ്ടായിരുന്ന സെയിൽസ് റവന്യൂ ഇയർ ഓൺ ഇയർ നോക്കുമ്പോൾ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ക്വാർട്ടറിൽ 1,12,076 കോടിയുടെ സെയിൽസാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ആ ഒരു വ്യത്യാസം വളരെ ഹൈ ആയിട്ടുള്ളൊരു വ്യത്യാസമാണ്. ഇനി ഇതിൻ്റെ പ്രോഫിറ്റ് നോക്കുകയാണെങ്കിലും ഈ ഒരു വ്യത്യാസമാണ്. 2,940 കോടി ഉണ്ടായിരുന്ന പ്രോഫിറ്റ് 6,952 എന്ന ഹയസ്റ്റ് എവർ പ്രോഫിറ്റിലേക്ക് കമ്പനി കുതിച്ചിരിക്കുകയാണ്. ഇനി ഇതിൻ്റെ ഇയർലി ഗ്രോത്ത് നോക്കുകയാണെങ്കിലും നമുക്ക് ഈ ഒരു വ്യത്യാസം കാണാൻ കഴിയും. പ്രോഫിറ്റ് നോക്കുകയാണെങ്കിൽ വളരെ രസകരമായ ഒരു കാര്യം നമുക്കിവിടെ കാണാൻ കഴിയും. അതായത് ഇത് കഴിഞ്ഞ 4 വർഷം നഷ്ടത്തിലോടിയ ഒരു കമ്പനിയാണ് എന്നാണ് നമുക്കിവിടെ മനസ്സിലാക്കാൻ കഴിയുക.
അതിൻ്റെ പ്രോഫിറ്റ് എപ്പോഴും മൈനസിലായിരുന്നു. -28,000, -10,000, -13,000, -11,000. അവിടെ നിന്നാണ് ഈ 2023 വർഷം 23-ലെ ആനുവൽ റിപ്പോർട്ടിൽ 2,353 കോടിയുടെ പ്രോഫിറ്റ് കമ്പനി രേഖപ്പെടുത്തിയത്. അപ്പോൾ അതിനുശേഷമാണ് നല്ലൊരു മുന്നേറ്റം ഓരോ ക്വാർട്ടറിലും. ഇപ്പോൾ ട്രെയിലിംഗ് 12 മന്ത്സിൻ്റെ റിട്ടേണൊക്കെ വളരെ അട്രാക്റ്റീവായിട്ട് വളരെ ഹൈയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതാണ് ഈ സ്റ്റോക്കിൽ മൊത്തത്തിൽ ഒരു ബുള്ളിഷ് ഒരു ട്രെൻഡ് വരാനുള്ള ഒരു കാരണം. ഇനി ഈ കമ്പനിയുടെ ടെക്നിക്കൽ ചാർട്ട് നോക്കുമ്പോൾ തന്നെ നമുക്ക് കാണാൻ കഴിയും, അത് 600 എന്നുള്ള ഒരു ലെവല്, അത് വളരെ ക്രൂഷ്യലായിട്ടുള്ള ഒരു ലെവലായിരുന്നു. ആ ലെവലിൽ കുറേ കാലം ഇത് കൺസോളിഡേറ്റ് ചെയ്യായിരുന്നു, ആ ഒരു ലെവലിൽ താഴോട്ടും മുകളിലോട്ടും ഒക്കെ ആയിട്ട്. അതിനുശേഷം ഇത് തിരിഞ്ഞു നോക്കിയിട്ടില്ല. അതിനുശേഷം ഉണ്ടായുള്ള റാലി ഏകദേശം ഇപ്പോൾ 988 വരെ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു സ്റ്റോക്കിൽ 900-നും 1000-നും ഇടയിൽ നമുക്ക് കിട്ടുകയാണെങ്കിൽ, എൻട്രി എടുക്കുകയാണെങ്കിൽ അതൊരു നല്ലൊരു എൻട്രി ലെവൽ തന്നെ ആയിരിക്കും. കാരണം അതിൻ്റെ പി റേഷ്യോ ഇപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഈ സ്റ്റോക്ക് നിങ്ങളെ കൂടുതൽ പഠനത്തിന് വിടുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ.